അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖുല്ലാഹി ഇബാദല്ലാഹ്. ഏറ്റവും ആദരവുള്ള പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സ്നേഹമുള്ള വിശ്വാസിനികളെ, വിദ്യാർത്ഥിനികൾ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഭക്ഷണത്തിന് സമയമായ ഈ ഒരു സമയത്ത് ഒരുപാട് ക്ലാസ്സുകൾക്ക് ശേഷം ക്ലാസ് കേൾക്കുന്ന നിങ്ങളുടെ മുന്നിൽ കുറഞ്ഞ സമയം മാത്രം നമ്മുടെ കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഗൗരവമുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ കുടുംബം എന്നുള്ള ഓരോ ഭാഗത്തും അള്ളാഹുവാണ് അത് നമ്മൾക്ക് നിശ്ചയിച്ചു തന്നത് എന്നത് നമ്മൾക്ക് ആദ്യമായി അറിവുണ്ടാകണം. എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിയുടെ വിവാഹം എവിടെ വെച്ച് നടത്തണമെന്ന് എനിക്ക് തീരുമാനിക്കാം. ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് എന്താകണമെന്ന് എനിക്ക് തീരുമാനിക്കാം. ഇന്ന് എൻ്റെ വീട്ടിൽ എന്ത് ഭക്ഷണമാണ് വിളമ്പേണ്ടത് എന്നൊക്കെ എനിക്ക് എൻ്റെ പ്ലാനിൽ വരുത്താം എല്ലാം. എന്നാൽ എനിക്ക് എത്ര കുട്ടികളാണ്, അതാരൊക്കെയാണ്, ആൺകുട്ടി എത്രയാണ്, പെൺകുട്ടി എത്രയാണ് എന്നത് ഞാനുമായി ബന്ധപ്പെട്ടതേയല്ല, അള്ളാഹു നിശ്ചയിക്കുന്നതാണ്. എൻ്റെ ഭാര്യ അള്ളാഹു നിശ്ചയിച്ച പ്രകാരമാണ്. എൻ്റെ ഉപ്പ ആരാകണമെന്ന് അള്ളാഹ് നിശ്ചയിച്ചതാണ്. എൻ്റെ ഉമ്മ നിലവിലുള്ളത് വേണ്ട എന്ന് ഞാൻ നിശ്ചയിച്ചതുകൊണ്ടോ ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടോ ഇല്ലാതാവില്ല, അത് അള്ളാഹു നിശ്ചയിച്ചതാണ്. അഥവാ കുടുംബവുമായി ബന്ധപ്പെട്ട മുഴുവൻ തീരുമാനങ്ങളും അള്ളാഹുവിൻ്റേതാണ്. അതുകൊണ്ടാണ് കുടുംബ ബന്ധത്തിനെ അറബിയിൽ പറയുന്ന വാക്ക് സിലത്തുർ റഹ്മ എന്നാണ്. ആ വാക്ക് റഹ്മാൻ എന്ന അള്ളാഹുവിൽ നിന്ന് വന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക് സിലത്തുർ കുടുംബ ബന്ധം എന്നുള്ളത് മുഅല്ലഖത്തും ബിൽ അർശ്, അള്ളാഹുവിൻ്റെ അർശിൽ കെട്ടിയിട്ട വാചകമാണ്. അള്ളാഹുവുമായിട്ട് നേർക്കുനേരെ ബന്ധമുള്ള വിഷയമാണ് കുടുംബ ബന്ധം എന്നുള്ളത്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് സ്വർഗം ലഭിക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമാണ്. നമ്മൾ എന്തിനാണ് ഇപ്പം ഇങ്ങനെ ഒരു സമ്മേളനം വെച്ച് വെച്ചാൽ അതിൻ്റെ ഉത്തരം നമുക്ക് സ്വർഗം കിട്ടണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, പ്രവാചകരെ എന്നെ അറിയിക്കണം, ദുല്ലിനി, പ്രവാചകരെ എനിക്കൊന്ന് പറഞ്ഞു തരണം ഒരു കാര്യം. ആ കാര്യത്തിൻ്റെ പ്രത്യേകത അഅമലുഹു യുദ്നീനി മിനൽ ജന്ന വയുബഅദിനി മിനൻ നാർ. പ്രവാചകരെ ഞാൻ കുറച്ച് പ്രവർത്തനം ചെയ്യാം, ആ പ്രവർത്തനം കൊണ്ട് എനിക്ക് സ്വർഗവും കിട്ടണം, നരകത്തിന് രക്ഷപ്പെടണം. അങ്ങനത്തെ കുറച്ച് പ്രവർത്തനം പ്രവാചകരെ താങ്കൾ എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ചോദ്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാട്ടോ, തഅബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, ശിർക്ക് ചെയ്യരുത്. 2 വതുഖീമുസ്സലാ, നിസ്കാരം നിലനിർത്തണം. വതുഅതി സക്കാ, സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കണം. വതസിലു ദാ റഹ്മിക്, അള്ളാഹു നിനക്ക് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞ കുടുംബ ബന്ധത്തെ നീ പൂർത്തിയാക്കുകയും വേണം. ശിർക്ക് ചെയ്യരുത്, നിസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കണം, നോമ്പ് ഒൽക്കണം. അടുത്തത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വർഗം കിട്ടാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി പറഞ്ഞ കാര്യം, അള്ളാഹ് നിശ്ചയിച്ച് തന്ന കുടുംബ ബന്ധം മുറിക്കാതെ ജീവിക്കണം. എന്നിട്ട് പ്രവാചകന്റെ വാക്ക് എന്താ അറിയോ, ഇൻ തമസ്സക ബിമാ ഉമിറ ബിഹി ദഖലൽ ജന്ന, ഞാൻ ഈ പറഞ്ഞ കാര്യം 5 കാര്യം നിന്റെ ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പിച്ചാൽ നിനക്ക് 100% സ്വർഗത്തിലേക്ക് പോകാം. അതിനെപ്പറ്റി രണ്ടാമതൊരു ചർച്ച ചെയ്യണ്ട. ഈ പറഞ്ഞൊരു 5 കാര്യം നിന്റെ ജീവിതത്തിലുണ്ടോ, നിനക്ക് സ്വർഗവും കിട്ടും, നീ ആത്മാർത്ഥമായി, നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന നരകത്തുനിന്ന് മോചിതരാവുകയും ചെയ്യാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു വാചകം കൂടി പറയാൻ, യാ യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, നമ്മളോട് പറയാൻ, അഫ്ശുസ്സലാം, ആളുകളോടൊക്കെ നിങ്ങൾ സലാം പറയണം. വതുഇമുത് തുആം, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം. വസിലു അൽ അർഹാം, നിങ്ങൾ അള്ളാഹു പറഞ്ഞ കുടുംബ ബന്ധങ്ങളെ ക്ഷമിച്ചിട്ടാണെങ്കിലും സഹിച്ചിട്ടാണെങ്കിലും ദാനധർമ്മം നടത്തിയിട്ടാണെങ്കിലും സന്ദർശനം നടത്തിയിട്ടാണെങ്കിലും അങ്ങോട്ട് സലാം പറഞ്ഞിട്ടാണെങ്കിലും കൂട്ടിപ്പിടിച്ചിട്ടാണെങ്കിലും നമ്മൾ അത് നിലനിർത്തി ജീവിക്കുകയും വേണം. വസല്ലൂ ബില്ലൈലി വന്നാസു നിയാമുൻ, ആളുകളൊക്കെ
നിങ്ങളൊക്കെ ഉറങ്ങണ സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കുകയും ചെയ്യുവിൻ, എങ്കിൽ തദ്ഖുലു അൽ ജന്നത ബിസ്സലാം, സമാധാനത്തിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പറഞ്ഞ 2 ഹദീസുകളിലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളോട് പറഞ്ഞ ഒരു 5-8 കാര്യമല്ലേ? ആ 5-8 കാര്യങ്ങളിൽ ഇന്ന് നമ്മുടെ നാട്ടിലുള്ളൊരു കാര്യം എന്താ വെച്ചാൽ 8 കാര്യങ്ങളുണ്ടെങ്കിൽ 7 കാര്യവും നമ്മൾ ചെയ്യാൻ റെഡിയാണ്. ശിർക്ക് ചെയ്യൂല, കഴുത്ത് പോയാലും നമ്മൾ ശിർക്ക് ചെയ്യൂല. നിസ്കാരം ഏത് യാത്രയിലും എന്ത് കല്യാണത്തിലാണെങ്കിലും നമ്മൾ യാത്രയിലാണെങ്കിൽ ജംഉം ഖസ്റാക്കിയിട്ട് വെള്ളം കിട്ടിയില്ലെങ്കിൽ തയമ്മും ചെയ്തിട്ട് നമ്മൾ നിസ്കരിക്കും. എന്തൊക്കെ പ്രയാസമുണ്ടോ എങ്കിലും ജോലി ക്ഷീണമുണ്ടെങ്കിൽ പോലും നമ്മൾ നോമ്പ് നഷ്ടമാകാതെ സൂക്ഷിക്കും. ഇനി അല്പമൊക്കെ അത്യാവശ്യം ഭക്തിയുള്ള ആളുകൾ ഏത് തണുപ്പത്തും എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കും, സലാമും പറയും. നാട്ടിൽ നടക്കുന്ന സാധുക്കളായ മനുഷ്യർക്കുള്ള എന്തെങ്കിലും ഒരു ബിരിയാണി ചലഞ്ചുകളിലോ ഭക്ഷണത്തിൻ്റെ ഏർപ്പാടുകളിലൊക്കെ നമ്മുടെ വക സംഭാവന ഉണ്ടാവും. പക്ഷെ ഇവിടെയൊന്നും അള്ളാഹ് നിർത്തിയില്ല. 2 ഹദീസിലും പ്രവാചകൻ പറഞ്ഞത് ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം സ്വർഗത്തിലേക്ക് പോകാനോ നരകത്തിൽ രക്ഷപ്പെടാനോ കഴിയില്ല. ഒരു കാര്യം ശ്രദ്ധിക്കണം, അതെന്താണ്? അള്ളാഹു നമ്മൾക്ക് തന്ന കുടുംബ ബന്ധം മുറിക്കാതെ ചേർത്ത് കൊണ്ടുപോവുകയും വേണം. എന്താ സഹോദരങ്ങളെ സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചതറിയും? മുവഹിദുകളായ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ശൈത്താൻ തോറ്റു. നമ്മുടെ വിഷയത്തിൽ നമ്മൾ നിസ്കരിക്കേണ്ടായിരുന്നു, നമ്മൾ നിസ്കരിച്ചു. തൗഹീദ് അനുസരിച്ച് ജീവിച്ച മഹലിൽ നിന്ന് പുറത്താക്കുന്നതാണ്. പുറത്തായിക്കോട്ടെ, എന്നാലും ശിർക്ക് പറ്റി യോജിക്കൂല എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ വേഷവിധാനങ്ങളിലും സക്കാത്തിലും ജുമാ നിസ്കാരത്തിലും എല്ലായിടത്തും ശൈത്താൻ ചെയ്യണ്ട 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 എന്ന് പറഞ്ഞു. അവിടെയൊക്കെ നമ്മൾ ശൈത്താൻ അതിജയിച്ചു. എന്നാൽ അവിടെ മുഴുവൻ അതിജയിച്ച നമ്മൾ അവിടെയൊക്കെ പരാജയപ്പെട്ട ശൈത്താൻ കുടുംബ ബന്ധത്തിൻ്റെ വിഷയത്തിൽ നമ്മളെ പിടിച്ചു. ആ പിടിപ്പ് മതി. ഇതുവരെ നമ്മൾ ചെയ്യുന്ന അമലുകൾ പടച്ചോന്റെ മുന്നിൽ ഒരു വേള അള്ളാഹു സ്വീകരിക്കാതിരിക്കാൻ പോലും അവിടെ ശൈത്താൻ പിടിച്ചു. എന്നിട്ട് എന്തെന്നറിയും? വർഷങ്ങളോളമായിട്ട് മിണ്ടാതെ നിൽക്കുന്ന നിസ്കാരക്കാരുണ്ടായി. റമളാനിൽ ഒരൊറ്റ നോമ്പ് പോലും ഒഴിവാക്കാതെ ഖത്തം തീർക്കുന്ന, എന്നാൽ തമ്മ് തെറ്റുന്ന ഇസ്ലാമിക വേഷം ധരിച്ച സഹോദരിമാർ നമ്മക്കടിയിലുണ്ടായി. ഒരേ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരേ ചോരയിൽ പിറന്നു വീണ ജേട്ടനും അനിയനും 10 റമളാൻ കഴിഞ്ഞു 2 വട്ടം ഉംറക്ക് പോയി. പല നാട്ടിലുള്ള മുഴുവൻ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കും ലക്ഷക്കണക്കിന് ഉറുപ്യ കൊടുത്തു. പക്ഷേ 1.5 കിലോമീറ്റർ അടുത്തുള്ള ജേട്ടൻ്റെ വീട്ടിലേക്ക് 10 കൊല്ലായിട്ട് പോയിട്ടില്ല. താടിയുണ്ട്, നിസ്കാരമുണ്ട്, പള്ളിക്കമ്മറ്റിയുണ്ട്, നെരിയാണിയുണ്ട്, ഹിജാബുണ്ട്, ജുമാ ഖുതുബയുണ്ട്. കുടുംബ ബന്ധത്തിൻ്റെ വിഷയത്തിൽ ശൈത്വാന് പൂർണ്ണമായും അടിയറവ് വെച്ച് ജീവിക്കുകയാണ്. അതിനൊരു മാറ്റം ഉണ്ടാണ്. എന്തുകൊണ്ടാണെന്നറിയോ? അവിടെ മാത്രം ശൈത്താൻ പിടിച്ചാൽ മതി എന്ന് പറയാൻ കാരണം എന്താ അറിയോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്. അള്ളാഹു നേർക്കുനേരെ നമ്മളോട് പറഞ്ഞ വാക്കാട്ടോ. ഏതെങ്കിലും ഒരു മനുഷ്യൻ കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും ഒരു ന്യൂനത കാണിച്ച് അതിൽ തെറ്റി ജീവിക്കുകയോ അത് പിളർത്തുകയോ അത് 2 കഷ്ടമാക്കുകയോ ചെയ്താൽ ഫമൻ വസലഹ വസൽതുഹു, കുടുംബ ബന്ധം പുലർത്തിയവനുമായിട്ടേ അള്ളാഹു ബന്ധം പുലർത്തു. അള്ളാഹ് ബന്ധം പുലർത്തുക അറിയണം. നമ്മുടെ ആരാധന സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിന് നമ്മളേറ്റ് ബന്ധം ഉണ്ടാകണം. പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിന് നമ്മളേറ്റ് ബന്ധം ഉണ്ടാകണം. നമ്മുടെ സങ്കടങ്ങൾ അറിഞ്ഞ് നമ്മൾക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് കിട്ടേണ്ട കാരുണ്യവും സ്നേഹവും ബർക്കത്തും കിട്ടാൻ അള്ളാഹുവിന് നമ്മളുമായിട്ട് ബന്ധം ഉണ്ടാകണം. പ്രവാചകന്റെ വാക്ക് ഫമൻ വസലഹ വസൽതുഹു ഫമൻ ഖതഅഹ ഖതഅതുഹു, കുടുംബ ബന്ധം പുലർത്തിയവനുമായിട്ടേ അള്ളാഹുവിന് ബന്ധമുള്ളൂ. അത് മുറിച്ചു കളഞ്ഞവൻ, ഏതെങ്കിലും ഒരു കണ്ണി മുറിച്ചു കളഞ്ഞ് അത് പശ്ചാത്തപിക്കാതെ ഇപ്പോഴും ജീവിക്കുന്നുണ്ടെങ്കിൽ അവനുമായിട്ട് അള്ളാഹു ബന്ധം മുറിച്ചു കളഞ്ഞു. പ്രസംഗിക്കണ മൗലവിയാകുക, നാട്ടുകാരേറ്റ് ബന്ധം ഉണ്ടാവും. പക്ഷെ ആ പ്രസംഗം പടച്ചോൻ സ്വീകരിക്കണമെങ്കിൽ അള്ളാഹ്ക്ക് ഇന്നേറ്റ് ബന്ധം വേണം. അള്ളാഹു ബന്ധം മുറിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് ബാക്കി എല്ലാ മേഖലയിലും തോറ്റ ശൈത്താൻ ഇതുമ്മത്തന്നെ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരാൾ നിസ്കാരത്തിൽ കൈ കെട്ടുന്ന വിഷയത്തിൽ ചെറിയ ഒരു വ്യത്യാസപ്പെടുത്താൽ നമ്മൾ വന്നിട്ട് എടാ നബിന്റെ സുന്നത്ത് അങ്ങനല്ലോ, യളഉ അൽ യദുൽ യുംന അലാ യുസ്റ അലാ സദ്രിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
തൻ്റെ വലത് കൈ ഇടത് കൈയുടെ മുകളിൽ വെച്ച് നെഞ്ചത്ത് കെട്ടി എന്നുള്ള ഹദീത്ത് പറയുന്ന അതേ നമ്മൾ ഒരു സുന്നത്തിനെ പോലും ആളുകൾ തെറ്റിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന അത്രയും കണിശത ദീനിനോടുള്ള നമ്മൾ, അതിനേക്കാളും ഗൗരവമാണ് അള്ളാഹു നമ്മളോട് തെറ്റി നിൽക്കുകയാണ് എന്ന് പറഞ്ഞ കുടുംബ ബന്ധം. ആ വിഷയത്തിൽ നമ്മുടെ നിലപാടെന്താ അറിയോ? അസീസാക്ക, നിങ്ങൾ മുഹമ്മദ് കാക്കാനോട് തെറ്റി നിന്നാൽ നരകം കിട്ടുന്നാട്ടോ ഖുത്ബിയിൽ കേട്ടത്. എന്താ മറുപടി അറിയോ? അസീസാക്കാനോട് തെറ്റിയാ കിട്ടണ നരകം തൽക്കാലം ഞാനാണ് സഹിച്ചു. മൈമൂനാത്ത, നിങ്ങൾ ഫാത്തിമാത്താനോട് മിണ്ടിയിട്ടില്ലെങ്കിൽ സ്വർഗം കിട്ടൂലട്ടോ. ഫാത്തിമാനോട് മുണ്ടിയിട്ട് കിട്ടുന്ന സ്വർഗം തൽക്കാലം എനിക്ക് വേണ്ടാന്ന് ഞാൻ വെക്കുകയാണ്. സോളെ, എന്തേ ഇവിടെ പ്രശ്നം അറിയോ? നമ്മൾ പഠിച്ച ദീനിൽ നമ്മൾക്ക് ആവശ്യമുള്ള മുഴുവൻ കാര്യം എടുത്തിട്ട് അള്ളാഹിന്റെ പ്രവാചകൻ ഏറ്റവും ഗൗരവത്ത് പറഞ്ഞ കാര്യം നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് തട്ടി. അതിൻ്റെ ഭാഗമാണ് ഇന്ന് നമ്മുടെ കുടുംബത്തിൽ കാണുന്ന പ്രശ്നങ്ങളൊക്കെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസുണ്ട്, നമ്മുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് കയറേണ്ട പ്രവാചകന്റെ ഹദീസാണ്. ഇന്ന അഅമാല ബനി ആദം തുഅറദു കുല്ല ഖമീസ ലൈലത്തിൽ ജുമുഅ. എല്ലാ വ്യാഴാഴ്ചയും ഒരാഴ്ചയിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് വെച്ചത്. ഒരാഴ്ചയിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു ഉയർത്തുന്ന ദിവസമാണ് വ്യാഴാഴ്ച. പ്രവാചകൻ പറഞ്ഞു, ഫലാ യുഖ്ബലു അമലു ഖാതിഅ റഹ്മിൻ. ജേട്ടനോ അഞ്ചനോ അല്ലെങ്കിൽ പെങ്ങളോ ആങ്ങളെയോ, ബാപ്പാനോട് തെറ്റിക്കണ മക്കളോ, മക്കളോട് തെറ്റിക്കണ ബാപ്പയോ, കുടുംബമോ, അതേപോലെ അമ്മാവന്മാർ, ഇവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ്റെ പ്രവർത്തനം അള്ളാഹു, ആ ഒരാഴ്ചയിലെ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കൂല. അടുത്ത ആഴ്ച മിണ്ടിയിട്ടില്ലെങ്കിൽ അടുത്ത ആഴ്ച സ്വീകരിക്കൂല. ആ ആഴ്ചകൾക്കിടയിലായിരിക്കും റമദാൻ വരിക. തെറ്റി നിൽക്കുമ്പോഴാണ് റമദാൻ വരിക. റമദാനിൽ പള്ളിക്കക്ക് സുബഹി നമസ്കാരം തുടങ്ങണീൻ്റെ മുന്നേ അത്താഴം കഴിച്ച് പള്ളിയിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാണ്ട് എന്താ പറയുക? അള്ളാഹുവേ, റമദാനിൽ ഞങ്ങൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും വഴി റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. ഇങ്ങോട്ട് നോമ്പ് വെക്കുകയാണ്, തറാവിസ്കരിക്കുകയാണ്, സ്വതക്കൊടുക്കുകയാണ്, ദിക്റല്ലാണ്, ഖത്തം തീർക്കുകയാണ്, ക്ലാസ്സുകൾക്ക് പോകുകയാണ്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ഇബാദത്തും ചെയ്യാൻ, അവസാനം എഴുത്തിക്കാഫിരിക്കുകയാണ്. പെരുന്നാളിന് നമ്മൾ ഈദ്ഗാഹിൽ വെച്ച് പ്രവാചകൻ ദാനധർമ്മം പെരുന്നാളിൽ വർദ്ധിപ്പിച്ചിരുന്നു എന്ന ഖുതുബ കേട്ട് അവിടെ വെച്ചും ദാനധർമ്മം ചെയ്യാൻ. പക്ഷെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയാൻ, ഒരൊറ്റ പണം പോലും, ഒരൊറ്റ നിസ്കാരം പോലും, ഒരു ഖത്തം പോലും, ഒരു ഹർഫ് പോലും അള്ളാഹുവിലേക്ക് അള്ളാഹു ഉയർത്തൂല, അവർ തമ്മിൽ മിണ്ടുന്നത് വരെ. ഇത് ദീനാണ്. അതുകൊണ്ട് നമുക്ക് ശരിക്ക് പറയാം, ഇതാണ് ദീന്. അത് മൗലവി ആണെങ്കിലും അതാണ് ദീന്, അത് മൗലവിൻ്റെ മകനാണെങ്കിൽ അതാണ് ദീന്, അത് പ്രസിഡന്റ് ആണെങ്കിൽ അതാണ് ദീന്, അത് സാധാരണക്കാരനാണെങ്കിൽ അതാണ് ദീന്, അതാണ് മതം. പ്രവാചകന്റെ വാക്ക് വീണ്ടും പറയാൻ, നമ്മൾ ഈ പറഞ്ഞത് അമല് സ്വീകരിക്കണല്ലേ, അള്ളാഹുവിന്റെ പ്രവാചകൻ വീണ്ടും പറയാൻ, ആളുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു ഇസ്തിഗ്ഫാറിന് വേണ്ടി. അള്ളാഹുവേ, രഹസ്യത്തിലും പരസ്യത്തിലും അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള മുഴുവൻ പാപങ്ങളും പൊറുക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ. പ്രവാചകന്റെ വാക്കെന്താ? എല്ലാവരുടെയും പാപമോചനം പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. രണ്ടുപേരുടേത് സ്വീകരിക്കൂല എന്ന് അള്ളാഹ് പറഞ്ഞ പിന്നെ സ്വീകരിക്കൂല. എന്താ റസൂലുള്ളാഹി സ്വീകരിക്കാതിരിക്കാൻ കാരണം? ശിർക്ക് ചെയ്തുകൊണ്ടാണോ? അല്ല, അത് വേറെ തന്നെ സ്വീകരിക്കൂല എന്ന് പറഞ്ഞിക്കണ്. പിന്നെ എന്താ ഇവിടെ പറയാൻ വേണ്ടി? അഖവാനി മുത്തസ്വാരിമാനി, ഒരു രണ്ട് ചങ്ങായിമാരാണ്, ആണാണ് പെണ്ണാണ്, അല്ലെങ്കിൽ ആണുമാണ്, ഒരു കുടുംബക്കാരാണ്, ഒരു സ്വത്തിന്റെ പേരിൽ തെറ്റിയതാണ്, വഴിത്തർക്കത്തിന്റെ പേരിൽ തെറ്റിയതാണ്, ഇന്ന കല്യാണം വിളിച്ചപ്പം ഫോണിൽ കൂടെ വിളിച്ചതാണ്, നേരിട്ട് പറയേണ്ടതല്ലേ എന്ന് പറഞ്ഞ് തെറ്റിയതാണ്. പിന്നെ എല്ലാവരും വിളിച്ചു, ഏട്ടത്തിനെ വിളിച്ചില്ല എന്ന് പറഞ്ഞു, വിളിച്ച കൂട്ടത്തിൽ തന്നെ മൂന്നാമതാണ് എന്നെ വിളിക്കേണ്ടി, ഒന്നാമതല്ല വിളിക്കേണ്ടി, ഞാനോനെ ചെറുപ്പത്തിലെടുത്ത് വളർത്തിയതല്ലേ പറഞ്ഞ് ഈഗോ വെച്ച് തെറ്റിയതാണ്, തെറ്റിയതാണ്. അങ്ങനെ തെറ്റിയിട്ട് അവരുടെ ജീവിതത്തിൽ മിണ്ടിയിട്ടില്ല. പ്രവാചകന്റെ വാക്ക്, അവരുടെ ദുആയും അല്ലാഹു സ്വീകരിക്കൂല. നിങ്ങൾ ആലോചിക്കും, എന്തുകൊണ്ടാണ് തൗഹീദിന്റെ വിഷയത്തിൽ തോറ്റ ശൈത്താൻ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ തോറ്റ ശൈത്താൻ, സക്കാത്തിന്റെയും വേഷവിധാനത്തിന്റെയും സമ്മേളനത്തിന്റെയും ഒക്കെ വിഷയത്തിലും തോറ്റ ശൈത്താൻ കുടുംബ ബന്ധത്തിന്റെ വിഷയത്തിൽ നമ്മൾ പിടിക്കാൻ കാരണം, അവിടെ പിടിച്ചാൽ അമല് ബ്ലോക്കായി, അവിടെ പിടിച്ചാൽ ഇസ്തിഗ്ഫാർ ബ്ലോക്കായി, അവിടെ പിടിച്ചാൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം ബ്ലോക്കായി. നിങ്ങളുടെ റസൂൽ ഖണ്ഡിതമായി പറഞ്ഞു, തർക്കത്തിനില്ലാത്ത
വിശദീകരണം ആവശ്യമില്ലാത്ത ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹ്മിൻ, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളെയും ഒരുമിപ്പിച്ചു കൂട്ടി റസൂലുള്ളാഹിന്റെ ഹദീസ് പറഞ്ഞു കൊടുക്കണം. ലാ യദ്ഖുലുൽ ജന്ന, ഒരിക്കലും സ്വർഗ്ഗത്ത് പോകൂല. ഖാതിഉ റഹ്മിൻ, കുടുംബ ബന്ധം മുറിച്ച് മണ്ണിന്റെ അടിക്ക് പോയവൻ അള്ളാഹു നൽകുന്ന സ്വർഗത്തിന് അവകാശിയല്ല. അതിന്റെ ശിക്ഷ കഴിഞ്ഞിട്ടേ അവന്റെ ബാക്കി കാര്യം അള്ളാഹ് പരിഗണിക്കുള്ളൂ. ഇത് നമ്മൾ നമ്മുടെ വീടുകളിൽ പറയേണ്ട കാര്യമാണ്. എന്തേ കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു സമ്പ്രദായം ദർശനങ്ങളെ എല്ലാത്തിനും രണ്ടാമത്തേനും മൂന്നാമത്തേനും തെറ്റി. എന്തിനാ തെറ്റിനറി? ഒരു പള്ളിക്ക വരിക, എന്നിട്ട് ജേട്ടൻ ഇവിടെ ഇങ്ങനെ നിൽക്കാണ്, എന്താ സൊഫ് നിൽക്കുമ്പോൾ ജേട്ടൻ ഇങ്ങനെ കൈ കെട്ടാൻ നിൽക്കായിരിക്കും. ജേട്ടൻ ഇങ്ങനെ കൈ കെട്ടാൻ നിൽക്കുമ്പം തൊട്ടടുത്ത് നിൽക്കുന്നത് അഞ്ജനാന്നറിഞ്ഞിട്ട് അപ്പുറത്ത് പോയി കെട്ടുക. എന്നിട്ട് അവിടെ വന്നിട്ട് ഓൻ അപ്പുറത്തുള്ളവന്റെ കാലിങ്ങനെ ചേർത്ത് വെച്ചാണ്ട് സൊഫ് നേരെയാക്കണീന്റെ ഫളിനെ പറ്റി പറയാം. സൊഫ് നേരെയാക്കണീന്റെ ഫളിനെ പറ്റി പറഞ്ഞു കൊടുത്തു. റസൂൽ പറഞ്ഞു, നിങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാകാനും അതോടൊപ്പം അതേപോലത്തെ ലക്ഷ്യമാണ് പിശാച് നിങ്ങൾക്കിടയിൽ പ്രവേശിക്കാതിരിക്കാനും. ഒന്നിച്ച് നിസ്കരിക്കുന്നവർക്കിടയിൽ ഒന്നിച്ച് നിൽക്കാൻ പോലും മാനസികമായി വിശാലതയില്ലാത്തവനാണ് പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്ത് അപ്പുറത്ത് പോയി പറയണത്. അത് നമ്മളെ നാട്ടിൽ നിന്ന് കാണുകയാണ്. കല്യാണത്തിന് ഇങ്ങനെ പോവുകയാണ്, മക്കളെയും കുട്ടികളെയും കൊണ്ട്. 3 വീട് അപ്പുറത്താ കല്യാണം, ഇപ്പുറത്തെ വീട്ടിലുണ്ട് സിറ്റോണ്ട് അവിടെ ഇങ്ങനെ നിൽക്കണ്. എന്തേ അത്രയും മാക്കങ്ങൾ പോകാത്ത? ഇല്ല, കല്യാണ പേരിൽ ഇക്കാക്കുണ്ട്, ഓനങ്ങോട്ട് ഇറങ്ങട്ടെ, ഓനിലോടത്തേക്ക് ഞാൻ കയറില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞിക്കണ്. ഓനിലോടത്തേക്ക് ഞാൻ കയറൂല. മുവഹിദാണ്. അവിടുത്തെ ഏതെങ്കിലും യുവാവ് മുടി വെട്ടിനോടുത്ത് ഇവിടെ ഒരു വരണ്ടിരിക്കണമെങ്കിൽ യുവാക്കൾ പഴച്ചു വയ്ക്കണ്, പുതിയ തലമുറ പഴച്ചു വയ്ക്കണ ഒച്ചമുളി ഉണ്ടാക്കണവനാണ്. അതിനേക്കാളും പ്രധാനമാണിത്. അതിനേക്കാളും പ്രധാനമാണ്. ഇഷ്ടം ഉണ്ടാവില്ല. കാരണം എന്താ അറിയോ? അവനാന് പറ്റുന്നൊരു കാര്യം ഉണ്ടാൻ പറ്റില്ല. അങ്ങോട്ട് ബാക്കി യുവാക്കളെ മുഴുവൻ ഒന്നിവിടെ ആവുമ്പോഴേക്കും ഒന്നിവിടെ തുണി ഇറങ്ങുമ്പോഴേക്കും അച്ചിമ്പുള്ളിടണോൻ ജേട്ടനോടും പെങ്ങളോടും ജീവിതത്തിൽ വർഷങ്ങളോളായിട്ട് മുണ്ടണം. അതിനെപ്പറ്റി ഒരു കുത്തുബിയും പറയാൻ പറ്റൂല. ഞാൻ ഇന്നും ആലോചിക്കാൻ ഒരു സ്വത്ത് വീതം വെക്കുന്ന ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. മഫ്തയിട്ട പെങ്ങളാണ്, താടി വെച്ച ജേട്ടനും അനിയനുമാണ്. വലിയ മഫ്തയിട്ട 2 പെങ്ങന്മാര് സംസാരിച്ചു. ചെറിയൊരു സംസാരത്തിൽ സ്വത്തുമായി ബന്ധപ്പെട്ട ചെറിയൊരു സംസാരം ഉണ്ടായപ്പോൾ ആ സംസാരം ഒന്ന് മുറുകിയപ്പം താടി വെച്ച ഈ ജേട്ടൻ മഫ്തയിട്ട താത്തയെ ഒരൊറ്റ അടിമുഖത്തേക്ക് അടിച്ചു. ഇറങ്ങണ് പോയി. സഹോദരങ്ങളെ, 2 കൊല്ലായി സലാം പറയില്ല. 2 കൊല്ലായി മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞേക്കൂല. 2 കൊല്ലായി. അതിനിടയിൽ ഒരാളെ വിട്ട് കല്യാണം നടന്നു, പോയിട്ടില്ല. എന്തേ കാരണം അറിയോ? ആകെ നമ്മൾ മനസ്സിലാക്കിയ എന്താ രസങ്ങളെ, നമ്മൾ ഈ തൗഹീദും നിസ്കാരം ബാക്കിയുള്ള അമലും കൊണ്ട് ഏത് മനുഷ്യന്മാരുടെ തെറ്റിയാലും എന്ത് ചെയ്താലും പടച്ചോന്റെയൊക്കെ വിഷയമല്ല. അത് അള്ളാഹ് പഠിപ്പിച്ച ദീനല്ല. ഞാൻ ഇന്നും ആലോചിക്കാൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ട് പ്രായമായ വയസ്സായ നീളം താടിയൊക്കെ വെച്ചൊരു വല്ലിപ്പ. അദ്ദേഹം ICUവിലാണ്. എൻ്റെ ഒരു ബന്ധു ICUവിലുണ്ടായിരുന്നു. അപ്പോൾ ICUവിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ള ഒരാൾ ഞാനായിരുന്നു അന്ന്. അപ്പം ഞാൻ അദ്ദേഹം ശ്വാസം കിട്ടാതെ ശ്വാസം ഇങ്ങനെ വലിക്കണ രംഗം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ചില സമയത്ത് ശ്വാസത്തിന് വേണ്ടി വലിക്കുമ്പോൾ നെഞ്ചിങ്ങനെ പൊന്തും, കട്ടിൽമെന്ന് ഇങ്ങനെ പൊന്തും, എന്നിട്ട് താഴത്തേക്കാണ് വീഴും. ഭയങ്കരമായൊരു കാഴ്ചയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അനിയന്മാരും ചേട്ടന്മാരൊക്കെ ICUവിൻ്റെ പുറത്തുണ്ട്, ഗ്ലാസ് കൂടെ ഇങ്ങനെ നോക്കിയിട്ട്. അപ്പോൾ ഞാൻ കാര്യത്തിന് വേണ്ടി പുറത്ത് വന്ന് കുറച്ചു നേരം അവിടെ നിന്നപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്ന രംഗം ഞാൻ അങ്ങനെ മനസ്സിൽ, അവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യം ഞാനിങ്ങനെ കേട്ടത് ഞാൻ പിന്നീട് മനസ്സിൽ ആലോചിച്ചു. ഒരിങ്ങനെ പറയാൻ പുറത്തുള്ള ചേട്ടന്മാരും അനിയന്മാരും, ഇക്കാക്ക നല്ല നിസ്കാരം ഇതൊക്കെയാണ്, അൽഹംദുലില്ലാ, പള്ളിൻ്റെ എല്ലാ കാര്യത്തിലൊക്കെ ഉണ്ട്, ഇങ്ങനെ പറയാൻ അദ്ദേഹത്തിന് നന്മ, അൽഹംദുലില്ലാ. എന്നിട്ട് അവസാനം എനിക്കവരെ ബന്ധുക്കളാണെന്ന് മനസ്സിലായി, ജേട്ടനിയന്മാരെ മനസ്സിലായി, ബാക്കിയൊന്നും എനിക്കറിയില്ല. അതിലൊരാൾ പറയാൻ, പിന്നെപ്പോൾ വലിയ താത്താനോട് ഇക്കാക്ക മുണ്ടിയിട്ട് കുറച്ച് കൊല്ലായി, അഞ്ചനോടും അതിന് മാത്രം ബന്ധമല്ല. എന്നിട്ട് ഓല് സമാധാനത്തിന് പറയണേ. പിന്നെ ആണുങ്ങളാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. കാരണം ആണുങ്ങൾക്ക് വേറെ ഹദീസും പെണ്ണുങ്ങൾക്ക് വേറെ ഹദീസും ആണല്ലോ. ആണുങ്ങൾക്കൊക്കെ പറ്റും. കാരണം നമ്മളെ നാട്ടിലുണ്ടാക്കിയതാണ്. എന്താ അറിയോ? മനുഷ്യന്മാരല്ല മൗലവി, മനുഷ്യന്മാർ മാത്രമല്ല നമ്മൾ മനുഷ്യന്മാരും വിശ്വാസികളാണ്. നമുക്ക് വേറെ നിയമമാണ്. നമ്മളൊരു ഹറാം ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക? മനുഷ്യന്മാരല്ലേ? മനുഷ്യന്മാർ മാത്രല്ല, നമ്മൾ മനുഷ്യന്മാരും വിശ്വാസികളാണ്. നമുക്കാണ് ഹദീസ്. സാധാ മനുഷ്യന്മാർക്ക് ഈ ഹദീസ് ബാധകമല്ല.
ആളുകൾ അവിടുത്തെ ആൾക്കാരോ ഇക്കാക്കാണ്ട് തെറ്റി, പിന്നെ അതൊക്കെ സ്വാഭാവികമല്ലേ, മനുഷ്യന്മാരാവില്ലേ. ഞാൻ ആ സമയത്ത് മനസ്സിൽ ആലോചിച്ച കാര്യങ്ങളായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആലോചിക്കാൻ, പടച്ചോനെ ആ ബെഡ് കിടക്കുന്ന ശ്വാസത്തിന് വേണ്ടി മൽപ്പിടുത്തം നടത്തുന്ന അദ്ദേഹം ഇപ്പോൾ എന്തായിരിക്കും ആലോചിക്കുന്നുണ്ടാകുക, എന്തായിരിക്കും ആലോചിക്കണം. നമ്മള് 55 അല്ലെങ്കിൽ 70 വയസ്സിൽ നമ്മൾ മൗലാനിലോ അല്ലെങ്കിൽ മിംസിലോ അഡ്മിറ്റായി, ശ്വാസം ഇങ്ങനെ വലിക്കുകയാണ്. ഖുർആൻ മലക്കുൽ മൗത്ത് ഏകദേശം നമ്മുടെ അടുക്കലുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സമയം. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ പരിശോധിച്ചു നോക്കും. എന്താ അറിയോ, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാം ഉണ്ട്. പടച്ചോനെ ഇത് മുഴുവൻ സ്വീകരിക്കേണ്ട എൻ്റെ കുടുംബത്തിലെ ചിലരുമായി ഞാൻ പുലർത്തേണ്ട ബന്ധം മുറിച്ചിട്ടാണല്ലോ ഞാൻ ഇതാ ഈ കിടക്കുന്നത്. ഇതെങ്ങാനും ഞാൻ ബന്ധം മുറിച്ചുകൊണ്ട് മരിച്ചു പോയാൽ അള്ളാഹുവിൻ്റെ പക്കൽ എന്തായിരിക്കും ശിക്ഷ എന്ന് ഞാൻ മുമ്പ് പഠിച്ചതാണല്ലോ. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹ്മിൻ, സ്വർഗ്ഗം ഉണ്ടാവില്ല എന്ന് പഠിച്ചതാണല്ലോ. നമ്മളിങ്ങനെ നോക്കുമ്പോഴേ നമ്മൾ സലാം പറയാത്തതും ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞോലും വളപ്പ് ചവിട്ടണ്ടെന്ന് പറഞ്ഞോലും മരിച്ചാലും എൻ്റെ വീട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞാലും മരിച്ചഴിഞ്ഞാൽ എൻ്റെ മയ്യത്ത് കാണ്ടാന്ന് പറഞ്ഞാലും ഏത് ഹദീസ് തുടർന്നാലും ഞാൻ എന്നോട് മിണ്ടൂലാന്ന് പറഞ്ഞോനും ഐസിയുവിൻ്റെ പുറത്തിങ്ങനെ നമ്മളെ കാണാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണേ നമ്മൾ കാണും. എന്തായിരിക്കും നമ്മളെ മാനസികാവസ്ഥ? നമ്മളെ കൈ ഇങ്ങനെ പറക്കും, നമ്മുടെ നെഞ്ചിങ്ങനെ പടക്കും, നമ്മുടെ കണ്ണിന്ന് കണ്ണീര് വരും. നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും, പടച്ചോനെ എനിക്കൊന്ന് നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇക്കാക്കാനോട് പോയിട്ട് ഞാൻ സലാം പറഞ്ഞ് കാലും വെക്കുക. കാരണം ജീവൻ പോകാൻ നിൽക്കുകയാണ്, തീരുമാനാകാണ് ഞാൻ സ്വർഗത്തേക്കാണോ നരകത്തേക്കാണോ തീരുമാനാകാൻ പോവുകയാണ്. ഒരു ഈഗോയും ഇല്ല, ഒരു ജേട്ടെന്നുള്ളതുമില്ല, ഒരു അഞ്ചെന്നുള്ളതുമില്ല, ആര് തെറ്റിയൊന്നും വിഷയമില്ല. പടച്ചോനെ ഞാൻ പോകുകയാണ്, ഈ നരകം കിട്ടുമല്ലോ എന്ന് ബോധ്യപ്പെടുമ്പല്ലേ പടച്ചോനെ ഇതാ ഐസുവിന്റെ പുറത്തിന്റെ പെങ്ങള്, ഞാൻ ഓളെ അടിച്ചത്, ഓളോട് തർക്കണ്ടാക്കിയിട്ടാ പോകുന്നത്, അവൾ ഫോൺ വിളിച്ചിട്ടാ എടുക്കാത്തത്, അവളുടെ മകളുടെ കല്യാണത്തിനാ പോകാത്തത്. അള്ളാഹുവേ നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, പിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി ചേർത്ത് പിടിച്ച് മാപ്പ് ചോദിക്കുമായിരുന്നു. നെഞ്ചിങ്ങനെ പടക്കും. എന്താ സംഭവിക്കറിയോ? കണ്ണ് നിറയും, കൈകൾ വറക്കും, കൈകാലുകൾ വറക്കും, മനസ്സാഗ്രഹിക്കും. അള്ളാഹ് അനങ്ങാൻ സമ്മതിക്കൂല. ആ ബെഡിൽ അങ്ങനെ കടന്ന് ബോധ്യത്തിൽ മരിപ്പിക്കും പടച്ചോൻ. കാരണം എന്താ അറിയോ? ജീവിക്കണ കാലത്ത് അള്ളാനെ സൂക്ഷിക്കണം, നല്ല പോലെയാണ്. ഒന്ന് പോയിട്ട് സലാമെങ്കിലും പറയാനട്ടോ, ആ ബന്ധെങ്കിലും ഉണ്ടാകണട്ടോ എന്ന് പറഞ്ഞപ്പം ഒരു തരം ദുരഭിമാനം. എന്ത് ഇനി ഈശ്വരക്ക് വെച്ചിട്ട് കെ കുന്നുമത്തെ ഷൗക്കത്ത് ഓനോട് പോയി പറയേ, മാറഞ്ചേരി തന്നെ അഫ്സത്ത് പോയിട്ട് പറയേ, അതിന് ഇഞ്ഞ കിട്ടൂല. എന്റെ വാപ്പ അങ്ങനെയല്ല എന്നെ പഠിപ്പിച്ചത്. അള്ള പറയാൻ ബാപ്പാനി അന്യം ബല്യാപ്പാനി ഞാൻ പറലോത്ത് കാണിച്ചു തരാം. കാരണം തോന്നിയാസാണല്ലോ പാരമ്പര്യമായിട്ട് പറയണേ, നന്മല്ലല്ലോ. തോന്നിയാസാണല്ലോ പാരമ്പര്യമായിട്ട് പറയണേ. അല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീതാഖി വയഖതഊന മാ അമറല്ലാഹു ബിഹി അയ്യൂസല വയുഫ്സിദൂന ഫിൽ അർള് ഉലൈക ഹുമുൽ ലഅന വലഹും അസൂഉദ്ദാർ. അല്ലാഹു പറഞ്ഞ ചില ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞ് ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോയ ആളുകൾ, ഉലൈക ഹും അൽ ലഅന, അവർക്ക് ശാപകോപങ്ങൾ ഉണ്ടാകും. എന്താ തഫ്സീർ അറിയോ? ലഅനത്തുല്ലാഹ് വലഅനത്തുൽ അംബിയാ വലഅനത്തുൽ മലായിക വലഅനത്തു ജമീഉൽ മുഅ്മിനീൻ. അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ, മലക്കുകളുടെ, മുഴുവൻ സത്യവിശ്വാസികളുടെ ഈ ശാപം അവർക്കുണ്ടാവും. ഏത് കുടുംബത്തിൽപ്പെട്ടതും, ഏത് റേഞ്ച് റോവർ ഓട്ടുന്ന ആളാണെങ്കിലും, ഏത് MAT ബൈക്ക് ഓട്ടുന്ന ആളാണെങ്കിലും. വലഹും അസൂഉദ്ദാർ, അള്ളാഹ് കാത്തവർക്ക് നരകം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാൻ സഹോദരങ്ങൾ എന്തേ പറഞ്ഞറിയും, ഒരു മുസ്ലിമായൊരു മനുഷ്യന്റെ ഏറ്റവും ബേസിക്കായ സാധനം പറഞ്ഞാൽ നിർത്തുകയാണ്. എന്താ അറിയോ? ലാ യജൂസുൽ മുസ്ലിം, മുസ്ലിമിന് അനുവാദമില്ല. മുസ്ലിമിന് അനുവാദമല്ല, മുസ്ലിം അല്ലാതെ ജീവിക്കണോന് അനുവാദമുണ്ട്. ഓന് തൊള്ള പറയാ, ഓന് വീഡിയോ എടുക്കുക, ഓൻ അങ്ങാടിയിൽ ഇങ്ങനെ കാലുമക്കാലും കയറ്റിച്ചാണ്ട് കള്ളിത്തുണ്ടൊക്കെ എടുത്താണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എങ്ങനെയാകുക? മനുഷ്യന്മാരല്ല, അതൊക്കെ പറയാ. മുസ്ലിമാണെന്ന് ഓൻ വാദിക്കണ്ട. ലാ യജൂസുൽ മുസ്ലിം, മുസ്ലിമിന് അനുവദനീയമല്ല അൻ യഹ്ജുറ അഖാഹു, മറ്റൊരു സഹോദരനോട് തെറ്റി നിൽക്കൽ. ഫൗഖ സലാസത്ത് അയ്യാം, 3 ദിവസത്തിലപ്പുറം. ഈ 3 ദിവസം എന്തിനാ അറിയോ? അതാണ് മാനുഷികമായ പരിഗണന. ചിലപ്പോൾ തർക്കം ഉണ്ടാവും,
ചിലപ്പോൾ എന്തെങ്കിലും വിഷയം നമ്മൾക്കെതിരെ പറഞ്ഞിട്ടുണ്ടാവും, നമുക്ക് അങ്ങേയറ്റം വിഷമമുണ്ടാവും. ശരിയാണ്, അള്ളാഹ് അതിനെ പരിഗണിക്കാണ്. നമ്മൾ മലക്കാളല്ല, മനുഷ്യരാണ്, വികാരം ഉണ്ടാവും. 3 ദിവസം ആ വികാരം നിങ്ങൾക്ക് കുഴപ്പമില്ല. 3-ാമത്തെ ദിവസം നിങ്ങൾ ഈമാനിലേക്ക് വരണം, ഇസ്ലാമുക്ക് വരണം. സ്വർഗം 1-ാമതാകണം, ഈഗോ 2-ാമതാകണം, തെറ്റ് 2-ാമതാകണം, സ്വർഗം 1-ാമതാകണം. 3 ദിവസത്തിൽ അപ്പുറം തെറ്റി, 1 വർഷമൊക്കെ തെറ്റിക്കണമല്ലേ, 1 വർഷമൊക്കെ തെറ്റിക്കണമല്ലേ. കസഫ്കി ദമിഹിന ഹദീസിൽ അവന്റെ രക്തം ചിന്തിയതിന്റെ കുറ്റമാണ് പരലോകത്ത് വരിക. അവന്റെ രക്തം, ഞാൻ എൻ്റെ അനിയനോടോ ജേഷ്ഠനോടോ പെങ്ങളോടോ ആങ്ങളയോടോ കുടുംബത്തിൽ ആരോടെങ്കിലും ഞാൻ എന്തെങ്കിലും ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്കു മുകളിൽ ഒരു കാരണം കൊണ്ട് ഞാൻ തെറ്റിയാൽ അതൊരു വർഷം നീണ്ടുന്നാൽ അവന്റെ രക്തം ചിന്തിയതിന് എന്താണോ കുറ്റം, ആ കുറ്റ പരലോകത്ത് കിട്ടുക. അപ്പൊ എന്താ സോങ്ങളെ, എല്ലാരോടും ഒരേപോലെ കഴിയില്ല. കാരണം നമ്മൾ പറഞ്ഞ പോലെ മുഅ്മിനായ മനുഷ്യരാണ്. സലാം പറയുകയും ഇങ്ങോട്ട് പറഞ്ഞാൽ മടക്കുകയും ചെയ്യുന്ന ബന്ധം സ്വർഗത്തിന് വേണ്ടി ഖാലിമീനൽ ഗൈള, പാപത്തെ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം എന്ന് ഖുർആൻ പറഞ്ഞ പോലെ എനിക്കെതിരെ ദുരാരോപണം നടത്തിയവർ, എനിക്കെതിരെ ഫ്ലെക്സ് ബോർഡ് വെച്ചവർ, എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ തോന്നിവാസം ഇല്ലാ കഥകൾ എഴുതിയവർ, എൻ്റെ മകൾക്കെതിരെ തോന്നിവാസങ്ങൾ പുറത്തുവിട്ടവർ, ഞാൻ പരലോകത്തേക്ക് ആ വിചാരണ പരലോകത്തേക്ക് മാറ്റിവെച്ചവർ, എനിക്കറിയാം ഒരു തെറ്റും ചെയ്യാതെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉപദ്രവിച്ചവരാണവർ, കല്യാണം മുടക്കിയവരാണവർ, അങ്ങാടിയിൽ പോയി വഷളത്തരം പറഞ്ഞവരാണവർ. അതിന് മുഴുവൻ എനിക്ക് സങ്കടമുണ്ട്. ശരിയാണ്, അത് ഞാൻ പരലോകത്തേക്ക് മാറ്റിവെക്കാൻ. എന്നാൽ മിനിമം അങ്ങോട്ട് ഞാൻ കണ്ടാ സലാം പറയും, ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ മടക്കും. അവിടെ നിൽക്കാൻ കഴിയണം. അതാണ് ഈമാനോട് ഉണ്ടാണ്ടി. അല്ലാത്തത് നാട്ടുവർത്താനാണ്. സിനിമയും സീരിയലും രാഷ്ട്രീയത്തിലൊക്കെ അലമ്പാക്കി നടക്കണമെന്ന് പറഞ്ഞ വർത്താനം എന്താ അറിയോ? അങ്ങനെയൊക്കെ ഇപ്പൊ കഴിയുമ്പോഴാണ് മുസ്ലിം ആകുക. വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫത്തറ സമാവാത്തിന്റെ അവസാനം എന്താ? ഇന്ന സ്വലാത്തി വനുസ്കി വമഹ്യായ വമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ചോനെ, നാട്ടുകാർ പറഞ്ഞനുസരിച്ച ദീനല്ലെൻ്റെത്, എൻ്റെ ജീവിതം അള്ളാഹുവെ നീ കൽപ്പിക്കും പോലെയാണ്. നീ പറഞ്ഞതാണ് ലാ യജൂസുൽ മുസ്ലിം, മുസ്ലിമിന് അനുവദനീയമല്ല. അവിടേക്ക് നമ്മൾ നിൽക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം പറഞ്ഞ് എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ ഇരിക്കുകയാണ്. റസൂൽ ക്ലാസ് എടുക്കുമ്പോൾ റസൂൽ പറഞ്ഞു, ക്ലാസ്സിൽ തുടക്കത്തിൽ ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചവർ ഈ സദസ്സിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ സദസ്സിൽ നിന്നും എഴുന്നേറ്റ് പോകണം. കാരണം നിങ്ങളിരിക്കുന്ന സദസ്സിൽ അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹു ഇറക്കുകയില്ല. ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനല്ല റസൂല പറഞ്ഞത്, അവനാനെ പറ്റി ആലോചിക്കാൻ. റസൂല ക്ലാസ് തുടങ്ങി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് മെല്ലെ ഇറങ്ങി പോയി. അദ്ദേഹം തിരിച്ചു വന്നപ്പോഴേക്കും ക്ലാസ് ഏകദേശം കഴിഞ്ഞിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അബൂ ഹുറൈറ താങ്കൾ എങ്ങോട്ടാ പോയത്? അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, റസൂല ഞാൻ എൻ്റെ അമ്മോനോട് തെറ്റിക്കേനു. താങ്കൾ ആയത്തോതിയില്ലേ, അള്ളാഹുവിൻ്റെ കാരുണ്യം തെറ്റി നിൽക്കുന്നവർ കിട്ടൂല. നബിയെ, പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ക്ലാസ്സിനിരിക്കണ്? ഞാൻ എന്തിനാ നിങ്ങളെ താങ്കളുടെ കൂടെയുള്ള സഹാബിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തിനാ ജീവിക്കണ്? അള്ളാഹിന്റെ കാരുണ്യം എനിക്ക് കിട്ടൂലെങ്കിൽ പിന്നെ എന്തിനാണ്? റസൂലുള്ളാഹ് ആരാണ് തെറ്റ് ചെയ്തത് ഞാൻ പരിഗണിച്ചിട്ടില്ല, ആരാണ് ഇങ്ങോട്ട് തെറ്റിയത് ഞാൻ പരിഗണിച്ചിട്ടില്ല, ആരാണ് പോയി സ്ഥലം ഒന്നും ഞാൻ പരിഗണിച്ചില്ല. എൻ്റെ പരലോകം നോക്കണം എന്ന് പ്രവാചകരെ താങ്കളുടെ വാക്കെന്ന് ഞാൻ മനസ്സിലായി. പോയി അമ്മാവനോട് അങ്ങോട്ട് പോയി സലാം പറഞ്ഞു, ഞാൻ ചേർത്ത് പിടിച്ചു, എൻ്റെ തെറ്റ് മാറിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വരാണ് റസൂലുള്ളാഹ്. അതാണ് ദീന്. പറയാൻ എനിക്ക് നല്ല സുഖമായിരിക്കും. എൻ്റെ ജീവിതത്തിൽ വന്നാൽ എന്താവുന്നല്ലേ, അത് സംഭവിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് പ്രബോധനം ചെയ്യണോ. സോങ്ങളെ, ഒരുപാട് പ്രശ്നം ഉണ്ടാവും. ഈ കൂട്ടത്തിൽ സാന്ദർഭികമായിട്ട് പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? ആൾക്കാരുടെ പൊതു നാട്ടുവർത്താനം പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകം എന്താ വെച്ചാൽ, എന്താ ഞാൻ മൗലവിൻ്റെ ഖുത്ബയൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് പോയി സലാമൊക്കെ പറഞ്ഞു, പക്ഷേ അതിന് മാത്രം വലിയൊരു ബന്ധമൊന്നും എന്നോട് ഇങ്ങോട്ട് കാണിക്കണില്ല. അപ്പം എന്താ ഞാൻ ചെയ്യേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കുണ്ട്. റസൂലുള്ളാഹിന്റെ അടുക്കൽ സഹാബി വന്നു. റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലുള്ളാഹ് ഞാൻ എൻ്റെ ഒരു താങ്കളുടെ ഖുത്ബയും ക്ലാസ് കേട്ടിട്ട് എൻ്റെ കൂടെയുള്ള ഒരാളോട് ഞാൻ അങ്ങോട്ട് സലാം പറയുന്നു, പക്ഷെ അയാൾ ഇങ്ങോട്ട് സലാം മടക്കണില്ല.
ഞാൻ അയാളോട് നല്ല രൂപത്തിൽ ബന്ധം പുലർത്തുന്നു, പക്ഷേ വയുസീഊന ഇലയ്യ, എന്നോട് അയാൾ മോശമായിട്ടാണ് പെരുമാറുന്നത്. ഞാൻ അങ്ങോട്ട് സലാം പറയും നടക്കൂല, ഞാൻ കല്യാണത്തിൽ വിളിക്കും അയാൾ തിരിച്ചു വിളിക്കൂല, ഞാൻ വിളിച്ച അയാൾ ക്ഷണം സ്വീകരിക്കൂല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ മനുഷ്യന്മാർ ഒരു വൺ വേ മാത്രം ഇങ്ങനെ, അതിപ്പോ നടക്കൂലല്ലോ, നമുക്കുള്ള അഭിമാനം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് എന്താ അറിയോ? കുൻത കമാ ഖുൽത്, നീ പറഞ്ഞ പോലെയാണ് കാര്യങ്ങളെങ്കിൽ, ഫകഅന്നമാ തുസിഫുഹും അൽ മല്ല വലാ യസാലു മഅക മിനല്ലാഹി ളഹീറൻ അലൈഹിം മാ ദുംത അലാ ദാലിക്. എടാ, നീ പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ. ഈ അങ്ങോട്ട് ബന്ധമുണ്ട്, ഓൻ ഇങ്ങോട്ട് ബന്ധമല്ല. ഈ സലാം പറഞ്ഞാൽ അങ്ങോട്ട് മടക്കണില്ല, കല്യാണത്തിന് ഈ അങ്ങോട്ട് വിളിക്കും, ഓൻ വിളിക്കൂല, വിളിച്ചാൽ തന്നെ സ്വീകരിക്കൂല, ഒന്നും ചെയ്യണില്ലെങ്കിൽ സാരല്ല, അവൻ നരകത്തിന്റെ വെണ്ണുനീറാണ്. വെണ്ണീറില്ലേ, നരകത്തിലെ വെണ്ണീറാണ് അവന്റെ വായിലേക്ക് അവൻ നിറച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്നുണ്ട്, മാതും അലയ്യ ദാലിക്, നീ എത്ര കാലമാണോ ഇങ്ങനെ അങ്ങോട്ട് പെരുമാറുന്നത് അതുവരെ ഉണ്ടാകുള്ളൂ. നീ കൂടി അവനെ പോലെയാണെങ്കിൽ, എടാപ്പി മുത്താപ്പി കുറച്ചൊക്കെ നിന്നില്ലേ, ഇനി മടക്കണ്ടടാ എന്ന് നാട്ടുകാരെ വർത്താനം കേട്ട് നീ തിരിച്ചവനെ പോലെ ആകുകയാണെങ്കിൽ അതവിടെ കഴിഞ്ഞിട്ടോ, അതവിടെ കഴിഞ്ഞു. ഇവിടെ നമ്മൾ നിൽക്കണ്ടി. നമ്മൾ എന്തിനാ സമ്മേളനം നടത്തുന്നത് സോങ്ങളെ? നമ്മൾ ദീൻ എന്ത് പറയുന്നു എന്നുള്ളിടത്ത് നിൽക്കാനാണ്, അതിനോട് തൃപ്തി ഉണ്ടാകാനാണ്. അല്ല പറഞ്ഞു, എനിക്കറിയാതെ വിഷമുണ്ട്, പക്ഷെ അള്ളാഹുവിന് വേണ്ടി ഞാൻ ദീനിയായി ജീവിക്കുന്നു തീരുമാനിച്ചാൽ സോളെ സന്തോഷം ഉണ്ടാവും. ആവർത്തിക്കുന്നു, നമ്മൾ മുഅ്മിനാൻ. റസൂൽ പറഞ്ഞ ആദ്യത്തെ 2 ഹദീസിലേക്ക് മടങ്ങുക. സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതും നരകത്തുനിന്ന് രക്ഷപ്പെടുത്തുന്നതുമായ കാര്യം നിങ്ങൾ ചെയ്താൽ സമാധാനത്തിൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാം. അതിൽ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ശിർക്ക് ചെയ്യണില്ല, നിസ്കാരം ഒഴിവാക്കണില്ല, സക്കാത്ത് മുടക്കണില്ല, ഇസ്ലാം പറഞ്ഞ ഭക്ഷണം പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, സലാം പറയുന്നുണ്ട്, തഹജ്ജുദ് വരെ നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ 2 ഹദീസിലും വന്ന കുടുംബ ബന്ധത്തിന്റെ വിഷയം നമ്മളിൽ പാളിപ്പോയി. അവസാനം നമ്മുടെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോയി വെച്ച് നമ്മുടെ മക്കൾ വന്നിട്ട് ബാപ്പ മരിച്ചുപോയി, ബാപ്പാക്ക് ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ബാപ്പയിൽ നിന്ന് വല്ല തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പരലോകം മനസ്സിലോർത്ത് നിങ്ങൾ ബാപ്പാക്ക് പുറത്തു കൊടുക്കണമേ എന്ന് പറയുമ്പം, സഹോദരങ്ങളെ, നാട്ടിലത്തെ മുഴുവൻ മനുഷ്യന്മാർ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കലേ. ഞാൻ മരിക്കുക, ഇങ്ങോട്ട് എൻ്റെ മയ്യത്തൊണ്ടുപോയിട്ട് എൻ്റെ നാട്ടിൽ നിലമ്പൂര് കൊണ്ടുപോയി വെക്കുക, ഇങ്ങോട്ട് ആൾക്കാർ നിസ്കരിക്കാൻ നേരത്ത് എൻ്റെ മക്കളെ ചെന്നാണ്ട് വാപ്പ മരിച്ചു, ബാപ്പാക്ക് നിങ്ങൾ പുറത്തു കൊടുക്കണം എന്ന് പറയാ. വാപ്പ പുറത്തു കൊടുക്കേണ്ട കുറേ മനുഷ്യന്മാർ ഇവിടെ അല്ലേ? ഇനിയോ ഇല്ല എമ്മാരെ? നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ പുറത്തു കൊടുക്കേണ്ട കുറേ മനുഷ്യന്മാർ ഇവിടെ അല്ലേ? ഓൽക്ക് ഞാരാ പുറത്തു കൊടുക്കുക? ഓൽക്കാരാ പുറത്തു കൊടുക്കുക? ഖുത്ബ കേൾക്കാത്തതുകൊണ്ടാ? അല്ല. ഹദീസ് കേൾക്കാത്തതുകൊണ്ടാ? അല്ല. നമ്മൾ കിബറന്മാരായിട്ട് ജീവിച്ചിട്ട് അവസാനം നമ്മൾ മരിച്ച് മയ്യത്ത് അവിടെ വെച്ചിട്ട് മക്കള് ബാപ്പാക്ക് കൊടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കുന്ന ഒരു ദീനാണോ ഇസ്ലാം? അല്ല. വാപ്പ പറയണം, ഞാൻ പറയണം, എടാ എനിക്കെന്തെങ്കിലും, ഞാൻ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പുറത്തിറങ്ങട്ടോ. വ്യക്തിപരമായിട്ടാണെങ്കിൽ ഞാനിതാ നിങ്ങളോട് ഇന്നാലിനെ സംഗതി ചെയ്തിക്കണട്ടോ, പുറത്തിറങ്ങട്ടോ, ഞാൻ ആശുപത്രിയിൽ പോകാനട്ടോ, മനസ്സിൽ വെക്കരുതിട്ടോ. ഇത് 10-70 കൊല്ലം ആയുസ് ഉണ്ടായിട്ട് അതൊന്നും ചെയ്യാതെ മരിച്ചോയിട്ട് മക്കൾ മൈക്കി കൂടെ പറഞ്ഞൊക്കെ അള്ളാഹു പുറത്തു തരും എന്ന അബദ്ധമായ ധാരണ നമ്മുടെ നാട്ടിലുണ്ടായത്. അതുകൊണ്ട് സോങ്ങളെ, ആരോടെങ്കിലും തെറ്റിക്കണം, ഞാൻ മിനിമം പറയാണ്, ക്ലാസ്സിന് വേണ്ടിയല്ല, നമ്മുടെ ജീവിതം എൻ്റെതടക്കം രക്ഷപ്പെടാൻ വേണ്ടി പറയാണ്. ആരോടെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അവരാണ് തെറ്റ് ചെയ്തത്, അവരാണ് ഇങ്ങോട്ട് തെറ്റിയത്, അങ്ങോട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല എങ്കിലും ഒരു സലാം നമ്മൾ പറയണം. ഫോൺ വിളിക്കുക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, മെസ്സേജ് അയക്കുക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആ ബന്ധം നിലനിർത്തണം. അത് മുറിച്ചു കളഞ്ഞാൽ പടച്ചോനായിട്ടുള്ള ബന്ധം മുറിച്ചു കളഞ്ഞു. എന്ത് ന്യായം പറഞ്ഞാലും ആ ബന്ധം മുറിച്ചു കളഞ്ഞാൽ അമലുകൾ ഇവിടെ തലക്ക് മുകളിലേക്ക് ഉയരാതെ നിൽക്കും. എന്ത് ന്യായം പറഞ്ഞാലും ആ ബന്ധം മുറിച്ചു കളഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കാതെ അമലുകൾ ഉയർത്താതിരിക്കും. എന്ത് ന്യായം പറഞ്ഞാലും നമ്മൾ സലാം പറയുന്ന ബന്ധമെങ്കിലും നിലനിർത്തുക. അല്ല എങ്കിൽ എന്ത് കാരണം പറഞ്ഞാലും പടച്ചവനുമായിട്ടുള്ള ബന്ധം അള്ളാഹു മുറിച്ച് നമ്മൾക്ക് നരകത്തിന്റെ വഴിയിലേക്ക് എത്തിപ്പെടേണ്ടി വരും എന്ന ബോധ്യത്തോടെ നമ്മുടെ ഈ ക്ലാസ്സിന് ശേഷം ആരോടെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാനോ സലാം പറയാനോ മെസ്സേജ് അയക്കാനോ ബന്ധം നിലനിർത്താനോ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിലും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നാഥ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ബന്ധങ്ങൾക്കിടയിൽ
അങ്ങേയറ്റം സ്നേഹവും ഊഷ്മളതയും നാഥ നീ നിലർത്തി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, ഏതെങ്കിലും ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും കണ്ണികൾ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും ഞങ്ങളുടെ മനസ്സിൽ പകയോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അത് പരസ്പരം മിണ്ടുവാനും ആ ബന്ധങ്ങൾ കൂട്ടിയിണക്കാനും കഴിയുന്ന ഈമാനും തഖ്വയും നാഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഈ വലിയ സമ്മേളനത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഇതിൻ്റെ സംഘാടകർക്കും നേതാക്കന്മാർക്കും നാഥ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഫലസ്തീനിലെ സാധുക്കളായ ഞങ്ങളുടെ കുടുംബക്കാർക്ക് നാഥ സന്തോഷവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. സുബ്ഹാനകല്ലാഹു ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.